നമസ്കാരം സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും ഇപ്പോൾ 25,000 എന്നുള്ള ഒരു റേഞ്ചിലോട്ട് വരാൻ പാകത്തിൽ നിഫ്റ്റി ഇടിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ച് 400 പോയിന്റോളം നഷ്ടം രേഖപ്പെടുത്തുന്നു. 82,092 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റി 120 പോയിന്റിന് നഷ്ടത്തിൽ 25,029 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട IT ഓഹരികളുടെ ഒരു വിൽപ്പനാ സമ്മർദ്ദം തന്നെയാണ് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റോക്സും ഈ ഒരു റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അതായത് ഡൗൺവേർഡ് റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റോക്സിൽ നമുക്ക് വലിയ തോതിലുള്ള വിൽപ്പനാ സമ്മർദ്ദം കാണുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ബേസിൽ ഇപ്പോൾ നിഫ്റ്റിയിൽ വലിയ തോതിലുള്ള സെൽ ഓഫ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. സോ നമുക്കിനി മുന്നോട്ടേക്ക് ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു ബെയറിഷ് ടോണിലോട്ട് ഇപ്പോൾ നിഫ്റ്റി പോയിട്ടുണ്ട്. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട്, കഴിഞ്ഞൊരു വീക്കിലെ ചാർട്ട് നോക്കുന്ന സമയത്തും ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെയിലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചത്തെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഏകദേശം ഒരു ബെയറിഷ് ഫോമിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 20-ഡേ സിമ്പിൾ മൂവിങ് ആവറേജിന് താഴേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിഫ്റ്റി 25,350, അതോടൊപ്പം സെൻസെക്സ് 83,200 എന്നൊരു ലെവലിന് താഴെ നിലനിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഇപ്പോൾ വീക്കായിട്ട് തന്നെ തുടരുമെന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ഇനി നിഫ്റ്റിയിൽ 25,050 എന്നുള്ളൊരു ലെവലാണ് അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ആ ഒരു ലെവലും താഴോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 25,019 എന്ന റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് 25,000 എന്നുള്ള റേഞ്ച് തന്നെയാണ്. തുടർന്ന് 24,900, 24,800 എന്ന റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. സെൻസെക്സിൻ്റെ കേസിൽ 82,000 എന്നുള്ളൊരു ലെവലിന് താഴേട്ട് വരികയാണെങ്കിൽ 81,500, 81,200 എന്നുള്ളൊരു റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കാം എന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഇനി അപ്സൈഡിലേക്ക് വരുന്ന സമയത്ത് 25,300 പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ്. തുടർന്ന് 25,350 അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൗൺ സൈഡിൽ 24,950 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ 25,000 ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 25,000, തുടർന്ന് 24,950, 24,900, 24,800 ആ ഒരു റേഞ്ചുകളിലാണ് സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് അനലിസ്റ്റുകൾ ഒരു ഷോർട്ട് ടേം വ്യൂ പങ്കുവച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ജെയിൻ സ്ട്രീറ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലൊരു സെൽ ഓഫ്. അതിന് ശേഷം നമ്മൾ വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കാര്യമായൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാം. പലവിധ കാരണങ്ങളുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ തോതിലാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണക്കുകൾ, ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ വോളിയത്തിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ വലിയ തോതിലൊരു കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു മാനിപ്പുലേഷൻ കേസ് വന്നതിന് ശേഷം വോളിയത്തിലൊക്കെ വലിയ തോതിലൊരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിലൊരു ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നത് സെബി ഏകദേശം 4,800 കോടി രൂപയോളം ഒരു തുക കെട്ടിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജെയിൻ സ്ട്രീറ്റ് ഇപ്പോൾ ആ ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്തു എന്ന അപ്ഡേഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജെയിൻ സ്ട്രീറ്റിന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു വിലക്ക് ഇപ്പോൾ താൽക്കാലികമായി നീക്കം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ്സ് ആണ്. എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 5 ആഴ്ചയിലെ പെർഫോമൻസ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് വോളിയം വലിയ തോതിൽ കുറഞ്ഞതായിട്ടാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡെയിലി ആവറേജ് ടേൺ ഓവർ ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ തോതിലൊരു ഇടിവ് അല്ലെങ്കിൽ ഒരു ക്രാഷ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഏകദേശം 17.4% കുറവാണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് വോളിയത്തിൽ പ്രീവിയസ് വീക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു ഓപ്ഷൻസിൻ്റെ ടേൺ ഓവർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത് വലിയ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ തന്നെ ഒരു പിൻവാങ്ങൽ തന്നെയാണ് കാരണമായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇത് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റിനെ കാര്യമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് സ്വാഭാവികമായിട്ട് മാർക്കറ്റിൻ്റെ എഫിഷ്യൻസിയെ കൂടിയും ചോദ്യം ചെയ്യുന്നൊരു തരത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ വീക്കിലി ഓപ്ഷൻ എക്സ്പയറി ഡേയിലുള്ള
ട്രേഡിംഗ് ഡേ ടേൺ ഓവർ നോക്കുന്ന സമയത്ത് 21% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഡാറ്റകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല ഇൻഡെക്സ് ഫ്യൂച്ചർ വോളിയം നോക്കുമ്പോഴും 24% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ഓപ്ഷൻസിൻ്റെ വോളിയം നോക്കുമ്പോൾ 16.5% കുറവാണ്. ഇത് വീക്കിലി ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ വീക്കിലി ഡാറ്റ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്. അതായത് ഡബിൾ ഡിജിറ്റ് ആയിട്ടുള്ളൊരു ഡിക്ലൈൻ ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വോളിയത്തിൽ. ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ എസ്പെഷ്യലി വലിയ തോതിലുള്ളൊരു കുറവാണ് വോളിയത്തിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആളുകൾക്ക് നിക്ഷേപകർക്കിടയിൽ ഒരു പാനിക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാനിപ്പുലേഷന് ശേഷം ഒരു പാനിക് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. BSEയിലും NSEയിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ 1.4 ലക്ഷം കോടി രൂപയുടെ ഒരു സ്റ്റോക്ക് വാല്യൂ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ നഷ്ടമായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ. ഈ ഒരു ജെയിൻ സ്ട്രീറ്റ് സ്കാൻഡൽ അല്ലെങ്കിൽ ജെയിൻ സ്ട്രീറ്റ് മാനിപ്പുലേഷൻ്റെ ഒരു അപ്ഡേഷൻസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല F&O സെഗ്മെൻറ്റിൽ കൂടുതൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തതും F&O സെഗ്മെൻറ്റിൽ കുറേ കൂടെ പണ്ടുണ്ടായിരുന്ന അത്ര തന്നെ സ്പെക്കുലേഷൻ കുറഞ്ഞതും ഇത്തരത്തിൽ വോളിയത്തിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെറിവേറ്റീവ് ടേൺ ഓവർ കുറയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ വ്യൂ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് പല അനലിസ്റ്റുകളും ഡൗൺഗ്രേഡ് ചെയ്യുന്ന സാഹചര്യത്തിലോട്ടും പോയി. അതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് BSEയുടെ ഓഹരിയിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഈ ഒരു മാനിപ്പുലേഷൻ അപ്ഡേഷൻസ് ഒക്കെ വന്ന സമയത്ത് BSE സ്റ്റോക്കിൽ വലിയ തോതിലൊരു സെൽ ഓഫ് കണ്ടിരുന്നു. 20%-ലധികം നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ പോയിരുന്നു. ഇന്ന് BSEയുടെ ഓഹരിയിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ BSE ഓഹരി അടക്കം പല ഓഹരികളിലും അത് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത് സെബി അനുശാസിച്ച ആ ഒരു തുക കെട്ടിവയ്ക്കാൻ ജെയിൻ സ്ട്രീറ്റ് തയ്യാറായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിന് നൽകിയിരിക്കുന്ന ആ ഒരു വിലക്ക് മാറ്റിയേക്കാം അല്ലെങ്കിൽ മാറ്റുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് തന്നെയാണ്. ഇനി അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് വീണ്ടും അവരുടെ ട്രേഡിംഗ് റെസ്യൂം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ വരുന്നത്. അതെങ്ങനെയായിരിക്കും ഇനി വരും സെഷനുകളിൽ ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള 1-2 ഓഹരികൾ നമുക്ക് നോക്കാം. അതിലൊന്ന് ആംബർ എൻ്റർപ്രൈസ് ആണ്. ആംബർ എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരൊരു ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 2500 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടുന്നതിനുള്ളൊരു യോഗമാണ് ഇപ്പോൾ അവർ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 12-ന് ഓൾറെഡി അവരൊരു മീറ്റിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഫണ്ട് റൈസിങ് അവർ തീരുമാനിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നോളം ആംബർ എൻ്റർപ്രൈസിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓല ഇലക്ട്രിക്കിൻ്റെ Q1 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നെറ്റ് ലോസ് കൂടിയിട്ടുണ്ട്. 428 കോടി രൂപയായിട്ട് ഇത്തവണ നെറ്റ് ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയർ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 347 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം നഷ്ടം രേഖപ്പെടുത്തിയത്. പക്ഷെ ഇപ്പോൾ അത് 428 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനം 50% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. 828 കോടി രൂപ ആയിരുന്നു ഇത്തവണത്തെ ഒരു വരുമാനം. കഴിഞ്ഞ വർഷം 1644 കോടി രൂപയുടെ വരുമാനം ഉണ്ടായിരുന്ന സ്ഥാനത്താണിപ്പോൾ 828 കോടി രൂപയുടെ വരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡയിൽ ഉണ്ടായിരിക്കുന്ന ലോസ് 237 കോടി രൂപയാണ്. 205 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ റിസൾട്ടിന് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ വരുമാനം 2026 സാമ്പത്തിക വർഷത്തിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട നമ്പേഴ്സ് രേഖപ്പെടുത്താൻ സാധിക്കും. 4200 to 4700 കോടി രൂപയുടെ വരുമാനം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചേക്കാമെന്ന് ഇപ്പോൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അതായത് 7% ഒരു വളർച്ച വരുമാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല വോളിയം 3.25 ലക്ഷം യൂണിറ്റുകളായിട്ട് ഉയർത്താൻ വേണ്ടി സാധിക്കുമെന്നും പറയുന്നുണ്ട്. ഏകദേശം 3.25 ലക്ഷം മുതൽ 3.75 ലക്ഷം യൂണിറ്റുകളുടെ ആ ഒരു തോതിലേക്ക് തങ്ങളുടെ വോളിയം ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗ്രോസ് മാർജിൻ 35 മുതൽ 40% വരെ റേഞ്ചിൽ രേഖപ്പെടുത്തിയേക്കാമെന്നും കണക്കാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറെ കൂടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് അഥവാ PLI സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാനുണ്ട്. സോ ഈ ഒരു വർഷം കുറേ കൂടെ ബെറ്ററായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സീക്വൻഷ്യൽ ബേസിസിൽ അവരുടെ പെർഫോമൻസ് നോക്കുമ്പോഴും കുറേ കൂടെ അത് മനസ്സിലാവുന്നുണ്ട്. കാരണം സീക്വൻഷ്യൽ ബേസിസിൽ അതായത് കഴിഞ്ഞ ഒരു ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ അവരുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട്. ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 870 കോടി രൂപയുടെ ഒരു ലോസ് ആയിരുന്നു കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർ
രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിലും ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 611 കോടി രൂപയുടെ ഒരു വരുമാനമായിരുന്നു കഴിഞ്ഞൊരു മാർച്ച് ക്വാർട്ടറിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഒലയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ ബെറ്റർ പെർഫോമൻസ് അല്ല, പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റും കുറേ കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ ഇതെങ്ങനെയായിരിക്കും അവരുടെ പെർഫോമൻസിന് ഫർദറായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പതിവ് പോലെ തന്നെ നമുക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനി അവന്യൂ സൂപ്പർ മാർട്സ് ആണ്. സോ അവന്യൂ സൂപ്പർ മാർട്സിൽ അനലിസ്റ്റുകൾ നൽകുന്ന വ്യൂ നോക്കാം. അതിൽ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ അവന്യൂ സൂപ്പർ മാർട്സിന് അണ്ടർ വെയ്റ്റ് എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് നൽകുന്നത്. 3350 രൂപ ആണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അവരുടെ റവന്യൂവിലും മാർജിനിലും ഒക്കെ എക്സ്പെക്ട് ചെയ്ത ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നുണ്ട്. കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എക്സ്പാൻഷൻ ചെയ്യുന്നത് ഭാവിയിലേക്ക് അവരുടെ മാർജിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി പങ്കുവയ്ക്കുന്നുണ്ട്. HSBC അവന്യൂ സൂപ്പർ മാർട്ടിന് റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 3600 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. കമ്പനിയും അല്ലെങ്കിൽ ഈ ഒരു ബ്രോക്കറേജും പറയുന്നത് എബിഡ ഒപ്പം തന്നെ മാർജിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറഞ്ഞ നമ്പേഴ്സാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ സ്റ്റോർ അഡീഷൻ നോക്കുമ്പോൾ 54 സ്റ്റോറുകൾ മാത്രമാണ് ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. JP മോർഗൻ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത്. 4150 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. മാർജിനിൽ തുടരുന്ന ആ ഒരു വീക്ക്നെസ് ഇനിയും തുടരാൻ വേണ്ടിയിട്ട് തുടർന്നേക്കാമെന്നാണ് പറയുന്നത്. കാരണം അവർ കൂടുതലും എക്സ്പാൻഷന് വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് അവരുടെ മാർജിനെ തന്നെയാണ് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക. സോ ആ മാർജിനിൽ തുടരുന്ന സമ്മർദ്ദം ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനാണ് നൽകുന്നത്. അതായത് നിലവിലുള്ള ആളുകൾക്ക് ഹോൾഡ് ചെയ്യാം, പുതിയതായിട്ട് ബൈ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വ്യൂ ആണ് നൽകിയിരിക്കുന്നത്. നുവാമ ഹോൾഡ് എന്ന ഒരു സ്റ്റാൻസ് ആണ് നൽകിയിരിക്കുന്നത്. 4086 രൂപയാണ് നുവാമ ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. മാർജിൻ്റെ ഒരു പ്രഷർ തന്നെയാണ് ഇപ്പോൾ നുവാമയും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി വരുന്ന 2 വർഷങ്ങളിലും പ്രോഫിറ്റിലാണെങ്കിലും അതെ മാർജിനിലാണെങ്കിലും ഈ ഒരു സമ്മർദ്ദം തുടർന്നേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസാണ് പങ്കുവയ്ക്കുന്നത്. ഇനി മോത്തിലാൽ ഒസ്വാൾ മാത്രമാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. 4500 രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അവരുടെ വരുമാനം ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 16% ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ കുറേ കൂടെ സ്റ്റോർ എക്സ്പാൻഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ കുറേ കൂടെ ബെറ്ററായിട്ട് ഭാവിയിൽ പോകാം എന്നുള്ളൊരു പോസിറ്റീവ് വ്യൂ ആണ് മോത്തിലാൽ ഒസ്വാൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്ലെൻമാർക്ക് ഫാർമയാണ്. ഗ്ലെൻമാർക്ക് ഫാർമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കേട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു മുന്നേറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്ലെൻമാർക്ക് ഫാർമയുടെ ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പുതിയ ഡ്രഗിന് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. ഒരു ലോങ് ടേം അഗ്രിമെൻറ്റിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇത് അവരുടെ ബിസിനസ്സിൽ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ HSBC ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 2275 രൂപ വരെ എത്താനുള്ള കപ്പാസിറ്റി ഓഹരിക്ക് ഉണ്ട് എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ലൈസൻസിങ് ഡീല് കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ മാർജിനും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതിലേക്ക് സഹായിച്ചേക്കാം. ഇനി OMC അഥവാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലും HSBC അവരുടെ വ്യൂ പങ്കുവച്ചിട്ടുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് നിലവിലിപ്പോൾ അവർക്ക് തൊട്ട് മുൻപ് നമുക്കറിയാം ക്രൂഡ് ഓയിലൊക്കെ വലിയ തോതിലുള്ളൊരു റൈസ് കാണാൻ സാധിച്ചിരുന്നു. അത് കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടായിരുന്നു ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള 1-2 സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന് LPG സബ്സിഡി അനൗൺസ് ചെയ്തത് ഈ മാർക്കറ്റിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് അനുകൂലമാവാൻ സാധ്യതയുണ്ട്. 2 ഒപെക്കിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇത് ഓയിൽ പ്രൈസ് കുറയാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് രണ്ടും കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മാർജിൻ കുറേ കൂടെ ബെറ്ററായി മാറും. വോളിയം ഗ്രോത്തിനും കുറേ കൂടെ സപ്പോർട്ട് ഇത്തരം പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ HPCLന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 480 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. BPCLനും ടാർഗറ്റ് പ്രൈസ് 420 രൂപ നൽകുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 180 രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് HSBC പങ്കുവയ്ക്കുന്നത്.
ഇനി AU സ്മോൾ ഫിനാൻസ് ബാങ്കിന് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ആഡ് എന്ന സ്റ്റാൻസ് ആയിരുന്നു നൽകിയിരുന്നത്, ഇപ്പോൾ സെൽ എന്ന സ്റ്റാൻസിലോട്ട് നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 15% കുറവ് ഓഹരിയിൽ ഇനി ഉണ്ടായേക്കാമെന്ന ഒരു വ്യൂ ആണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിരിക്കുന്നത്. എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് വെച്ചാൽ, അൺസെക്യൂർഡ് ബിസിനസ്സിൽ, അതായത് അൺസെക്യൂർഡ് ലോൺസ് ഒക്കെ നൽകുന്ന ആ ഒരു സെഗ്മെൻറ്റ് കമ്പനിയെ സംബന്ധിച്ച് അത്ര തന്നെ പ്രോഫിറ്റബിലിറ്റി നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ മാക്രോ എൻവയോൺമെൻറ്റുകളൊക്കെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് രേഖപ്പെടുത്താൻ ഉള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ട്. ബ്രോക്കറേജ് അതും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൽ എൻ്റെ സ്റ്റോക്കിൽ വലിയൊരു റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇതോടുകൂടിയിട്ട് ഇവരുടെ റിസ്ക് റിവാർഡ് പ്രൊപ്പോസിഷൻ കുറേ കൂടെ അട്രാക്ഷൻ കുറഞ്ഞിരിക്കുന്നുണ്ട് എന്നല്ലെങ്കിൽ ലെസ് അട്രാക്റ്റീവായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു റീസൺ കൂടി ഇപ്പോൾ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ ആ ഒരു വാല്യുവേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഫർദർ ആയിട്ടുള്ളൊരു അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ കമ്പനിയുടെ ഒരു അപ്ഡേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LICയുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇപ്പോൾ അവർ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റൂറൽ ഒപ്പം തന്നെ അർബൻ ഏരിയയിൽ അത്ര തന്നെ ഈ ഒരു ഇൻഷുറൻസിൻ്റെയൊക്കെ തന്നെ പോപ്പുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് ഒക്കെ കുറഞ്ഞ ഏരിയകളിലേക്കാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള പോസിറ്റീവായ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 10% മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ അവരുടെ ഡെപ്പോസിറ്റിലും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കാസ ഡെപ്പോസിറ്റ്സ് 5% വർദ്ധിച്ചതായിട്ടാണ് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാസ റേഷ്യോ നോക്കുമ്പോൾ 29.2% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 34 അനലിസ്റ്റുകളിൽ 23 അനലിസ്റ്റും ഈ ഒരു AU സ്മോൾ ഫിനാൻസിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. 6 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. പക്ഷേ 5 അനലിസ്റ്റുകൾ അതേസമയം സെൽ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. ഏതായാലും നിലവിലെ ഈ ഒരു സാഹചര്യം വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ, ഓഹരിയുടെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇടിയാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പങ്കുവെക്കുന്നത്. ഇനി മോത്തിലാൽ ഒസ്വാളിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി കൂടി നോക്കാം. അതൊന്ന് ലക്ഷ്മി ഡെൻ്റൽ ലിമിറ്റഡ് ആണ്. ഓഹരിക്കിപ്പോൾ ഒരു നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. അത് ന്യൂലി ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 540 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. 420 രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 542 രൂപയിലായിരുന്നു വിപണിയിൽ ആദ്യം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ലിസ്റ്റിംഗ് പ്രൈസിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ ഈ ഒരു ഓഹരിക്ക് ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് അപ്രോച്ച് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതായത് ഏകദേശം ഒരു 26% അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് മോത്തിലാൽ ഒസ്വാൾ നൽകുന്നുണ്ട്. സോ നമുക്ക് ലക്ഷ്മി ഡെൻ്റൽ ലിമിറ്റഡ് എന്നുള്ള ഓഹരിയും നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ന്യൂലി ലിസ്റ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഡയറക്ഷണൽ, എങ്ങനെയായിരിക്കും സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് അത്ര തന്നെ പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഒരു 2 years ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നും പിന്നെ എങ്ങനെയാണ് അവർ ഫണ്ടമെൻ്റലി എത്രത്തോളം സൗണ്ട് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് വർഷം നമുക്ക് എടുക്കും. കുറേ കൂടെയൊക്കെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർക്ക് എങ്ങനെ ബിസിനസ്സിൽ റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും മോത്തിലാൽ ഒസ്വാൾ കുറേയധികം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രോക്കറേജുകൾ തരുന്ന ഓഹരികളുടെ ഗൈഡൻസ് മാത്രമാണ് നമ്മൾ തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്.